ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഏട്ടത്തിയോട്. ആ സ്നേഹം എന്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം. വീഞ്ഞിന്റെ അവസ്ഥയാ, പഴകും തോറും അതിന്റെ വീര്യം കൂടും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു കളക്ടറാണ് എന്റെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറയാൻ എനിക്കൊരു ഗമയാണല്ലോ. അതുകൊണ്ട് ഞാനും ഓക്കെയാ. ഞാൻ കയറി നോക്കണോ? വേണ്ട. ഞാൻ ഓക്കെ അല്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് മാത്രമല്ല, സാറ് വലിയ വലിയ ആൾക്കാർക്ക് കൊടുക്കൂ. നമ്മൾ അത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ 2 ലക്ഷം അഡ്വാൻസ്, അതൊന്നും ഞങ്ങളെ കൊണ്ട് ഈ ജന്മത്തെ ഒപ്പിക്കാൻ പറ്റില്ല. സാറേ, ഇത് ഞങ്ങൾക്ക് താങ്ങത്തില്ല. അല്ല, ഒന്നും കൂടി പറഞ്ഞാലും താങ്ങില്ല. കമല, നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സാറൊന്നും ഇങ്ങോട്ട് വന്നേ. അല്ല കമല മാഡം. സാറിങ് വാ, പറയട്ടെ. വിഷ്ണുട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാലിനി, ഞാൻ എന്റെ കുടുംബത്തിനെ കളക്ടറുടെ ശമ്പളം കൊണ്ടെടുക്കുന്ന വാടക വീട്ടിൽ താമസിപ്പിക്കുന്നില്ല. എനിക്കിപ്പോ വീടിനേക്കാൾ പ്രധാന ഒരു ജോലിയാ. അതിനൊന്ന് ശ്രമിക്കട്ടെ. മനസ്സിലായില്ലേ? വാടക വീട് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം വേണ്ടതൊരു ജോലിയാണ്. 4 ആളോട് പറയാൻ പറ്റുന്നൊരു ജോലി. അതെ ശാലിനി, ഞാൻ എന്റെ കുടുംബത്തിനെ കളക്ടറുടെ ശമ്പളം കൊണ്ടെടുക്കുന്നൊരു വീട്ടിൽ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ താമസിക്കാൻ പറഞ്ഞാൽ എന്റെ അമ്മ താമസിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ സമ്മതിക്കുമെന്നും അറിയില്ല. അവിടെ അഭിമാനമൊന്നും ഇല്ലാത്തത് എനിക്ക് മാത്രമാ. അല്ല, അവരെക്കാൾ കൂടുതലാ. അഭിമാനമല്ല, ദുരഭിമാനവും കൊണ്ട് നടക്കുന്നത് വിഷ്ണുവേട്ടനാ. ഞാൻ വിഷ്ണുവേട്ടന്റെ അമ്മയും അച്ഛനെയും കണ്ടിരിക്കുന്നതേ എന്റെ സ്വന്തം അമ്മയും അച്ഛനെയും പോലെ തന്നെയാ. താങ്ങും തണലും ഇപ്പൊ വേണ്ടത് അവർക്ക് തന്നെയാ. വിഷ്ണുവേട്ട, അത് മനസ്സിലായിട്ട് തന്നെയാ അവർക്ക് വേണ്ടി വീട് നോക്കാൻ ഞാനും വന്നത്. വിഷ്ണുവേട്ട, ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിഷ്ണുവേട്ടനെയും അച്ഛനെയും അമ്മയും ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ വിഷ്ണുവേട്ടന്റെ മനസ്സിൽ വേറെന്തൊക്കെയുണ്ട്. അതാരെങ്കിലും പറഞ്ഞതാണോ പ്രകടിപ്പിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്ന് എനിക്കറിയാം, എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിപ്പോയതിലും വിഷ്ണുവേട്ടന് പറയാൻ പറ്റുന്ന തരത്തിലൊരു ജോലി കിട്ടാത്തതിലും വിഷ്ണുവേട്ടൻ നന്നായി സങ്കടപ്പെടുന്നുണ്ട്. വിഷ്ണുവേട്ട, നമുക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവ് വേണോ? വിഷ്ണുവേട്ടൻ അറിയൂ, ഇങ്ങനെ ഒരു ഇഷ്യൂ ആ വീടിനെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ അന്ന് മുതൽ വിഷ്ണുവേട്ടന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി അനുവിനോട് പറഞ്ഞ് വേറെയും വീട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതും എനിക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞു. പിന്നെ വാടക കാശ്. വിഷ്ണുട്ട, അത് നമ്മൾ തമ്മിൽ അറിഞ്ഞാ പോരെ? കണക്കുകളൊക്കെ പരസ്പരം പങ്കുവെക്കേണ്ടത് നമ്മളല്ലേ? എന്റെ സ്നേഹത്തിന് ഞാൻ കണക്ക് നോക്കാറില്ല, പരിധി നിശ്ചയിക്കാറില്ല. ഉള്ള സ്നേഹത്തിന്റെ 3/4 പങ്കും തരുന്നത് വിഷ്ണുവേട്ടന് തന്നെയാ. ദേവിയത് ഇനി എന്നോട് ഇങ്ങനൊന്നും പറയരുത് വിഷ്ണുവേട്ട. എനിക്കിത് വലിയ വിഷമുണ്ടാക്കും, പ്രത്യേകിച്ച് വിഷ്ണുവേട്ടൻ പറയുമ്പോ. ഒരു ജോലിക്ക് വേണ്ടി നടന്നപ്പോഴാ പഠിക്കാത്തതിന്റെ കുറവ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നേ. ചെന്ന് ചോദിക്കുന്നിടത്ത് മൊത്തം അപമാനമാ. പിന്നെ ഇതുപോലുള്ള ആളുകളുടെ മുൻവിധിയോട് കൂടിയുള്ള കളിയാക്കല്, അതെല്ലാം മനസ്സിൽ കിടന്ന് തേട്ടിയപ്പോ എനിക്ക് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. താനത് മറന്നുകളാ.
പക്ഷെ ഒന്നുണ്ട്, ഈ വീട് എന്തായാലും നമ്മൾ എടുക്കുന്നില്ല, മറ്റൊന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്കിപ്പോ വേണ്ടത് നല്ലൊരു ജോലിയാ. അത് ഞാൻ ഒപ്പിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നാലെ വന്നോളൂടോ. നിക്കടാ. എന്റെ വീട്ടിലെ പടിനി കയറി പോരുത്. വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ചേട്ടാ പെരുമാറേണ്ടത്? മാന്യനോ? നീയോ? ചേട്ടാ, നിന്നെ ആരോടാ മാന്യന്മാരെ കൊടുത്തിപ്പെടുത്തുന്നേ? എന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരം തോണ്ടാൻ അച്ചാരം കൊടുത്തിട്ട് നിൽക്കുന്ന നിന്നെ ആൺവർഗത്തിലും പെൺവർഗത്തിലും നിർത്താൻ പറ്റില്ല. ചേട്ടനൊന്ന് മനസ്സിലാക്കണം, 1-2 ദിവസങ്ങൾ കഴിഞ്ഞാ ഇതങ്ങ് ജപ്തിയിൽ പോവും. അതിനു മുമ്പ് ചേട്ടനെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി വന്നപ്പോ ചേട്ടനെ നാട്ടി ഓടിക്കാൻ ശ്രമിക്കുകയാണോ? ഒന്നുമല്ലെങ്കിലും ഏട്ടന്റെ അനിയനല്ലേ ഏട്ടാ ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ പറയാമോ? ജപ്തിയായി കഴിഞ്ഞാ ഇങ്ങോട്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ. ഏട്ടനെയും ഏട്ടത്തെയും പിന്നെ ഞാൻ വാടക വീട്ടിൽ വന്ന് കാണേണ്ടി വരില്ലേ? ഉപേന്ദ്ര, നിനക്ക് ഞങ്ങൾ ഈ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാൻ പറ്റൂ, അല്ലാതെ ഞങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ ഏട്ടത്തി, അങ്ങനെ ഒരു വിചാരം എന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് വർഷങ്ങൾക്ക് മുമ്പേ ആകാമായിരുന്നു. എന്നെ ചതിച്ച് ഇയാള് നിങ്ങളുടെ കഴുത്തി താലി കെട്ടിയ അന്ന് ഞാനത് ചെയ്തില്ലല്ലോ. ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ നിന്ന് പറയാൻ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ അന്നും ഇന്നും ആ സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഏട്ടത്തിയോട്. ആ സ്നേഹം എന്റെ ഉള്ളിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ മരിക്കണം. വീഞ്ഞിന്റെ അവസ്ഥയാ, പഴകും തോറും അതിന്റെ വീര്യം കൂടും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ഒരിക്കൽ നിന്നെ ഞാനിത് ഓർമ്മിപ്പിച്ചതാ. ഇനി ഒരിക്കൽ കൂടി വേണ്ടി വന്ന പിന്നെ നീയില്ല. നിന്റെ മനസ്സിലെ ദുഷിപ്പ് ഈ മുറ്റത്ത് നിന്ന് വിളമ്പരുത്. ദേ, ഇതിപ്പോഴും രാഘവൻ നായരുടെയും സത്യഭാമയുടെയും മണ്ണ. ഇത് ജപ്തിയാകുന്നത് വരെ ഇതിന്റെ അധികാരവും ഞങ്ങൾക്ക് തന്നെയാ.